Hey, now the wedding series in the third and final part ആണിത്. Hope you guys enjoy. പിന്നെ വരുന്നത് ഫോട്ടോഗ്രാഫിയാണ്. ഫോട്ടോഗ്രാഫിയുടെ കാര്യം പറയുമ്പോൾ എൻ്റെ ഫോട്ടോഗ്രാഫി ചെയ്തത് എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ തന്നെ സ്റ്റുഡിയോ ആയിരുന്നു, പ്രഭ സ്റ്റുഡിയോസ്. നമ്മൾ ആദ്യം അവരോട് പറയുക നമുക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഫോട്ടോസ് വേണം, എനിക്ക് ആ സമയത്ത് അവിടെ അങ്ങനെ ഒരു ഫോട്ടോ വേണം, ഇങ്ങനെ കുറച്ച് ഐഡിയാസ് നമ്മൾ ആദ്യമേ അവരോട് പറയാം. കാരണം ഇതെല്ലാം നമ്മൾ മറന്നു പോകും. നമുക്ക് ആ സമയത്ത് ഫുൾ ടെൻഷനായിരിക്കും, നമ്മൾ പല കാര്യങ്ങളും മറന്നു പോകും. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ എന്തെങ്കിലും പോസ് ഐഡിയാസൊക്കെ ഉണ്ട്, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാക്സിമം നമ്മുടെ സ്റ്റുഡിയോ ടീമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതിനൊരു മടിയും കാണിക്കേണ്ട, അവരത് ഓർത്ത് വെച്ചോളും. കാരണം അതാണല്ലോ അവരുടെ ജോലി. അതുകൊണ്ട് അവർക്കത് മാത്രം നോക്കിയാൽ മതി. അവരതെല്ലാം ഓർത്ത് വെച്ചിട്ട് ആ സമയത്ത് നമ്മളോട് പറയും, അത് പറഞ്ഞിരുന്നു ഇത് പറഞ്ഞിരുന്നു, അത് ചെയ്യും. ചിലപ്പോൾ നമ്മളും കുറച്ച് മൂഡൊക്കെ ഇങ്ങനെ മൂഡ് സ്വിങ്സൊക്കെ കല്യാണത്തിനകത്ത് നമുക്ക് ഉണ്ടാവാറുണ്ട്. എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഫോട്ടോഗ്രാഫേഴ്സ് കുറേ കഷ്ടപ്പെട്ടു എന്നെ കൊണ്ട്. നമ്മുടെ കല്യാണത്തിന് ഒരു മ്യൂസിക്കൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതിന് ഡ്രംസ് ഉണ്ടായിരുന്നു. സോ എനിക്ക് ആ ഡ്രംസിനകത്ത് അവിടെ നിന്നിട്ട് ഡ്രംസ് അടിച്ചുകൊണ്ട് ഫോട്ടോ വേണമെന്നുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഡ്രംസിൻ്റെ അവിടെ ചെന്നപ്പോൾ ഡ്രം സ്റ്റിക്ക് കാണുന്നില്ല. പിന്നെ ഉള്ളത് വെച്ചിട്ട് ഞാനവിടെ പോസ് ചെയ്തെടുത്തു. അത് ആ സമയത്ത് ഞാൻ വന്ന് കാറിൽ രാവിലെ ഇറങ്ങിയപ്പം ആ ചേട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട് നമുക്ക് എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു ഫോട്ടോ എനിക്ക് കിട്ടിയത്. അക്ഷയുടെ സൈഡിൽ നിന്ന് ഫോട്ടോഗ്രാഫി ചെയ്തത് ട്രിവാൻഡ്രത്തുള്ള MD സ്റ്റോറീസ് ആണ്. പിന്നെ നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന വേറൊരു കാര്യമാണ് മേക്കപ്പ് എന്നുള്ളത്. സോ മേക്കപ്പ് എൻ്റെ കല്യാണത്തിന് മേക്കപ്പ് ചെയ്തത് ഉണ്ണി PS എന്ന് പറയുന്ന ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ അറിയാം. സോ പുള്ളി അടിപൊളിയായിരുന്നു, വന്നു, നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ പുള്ളി ചെയ്തു തന്നു. സോ മേക്കപ്പ് ചെയ്യുമ്പോഴും നമ്മൾ ഉദ്ദേശിക്കുക, നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ റിസ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, മേക്കപ്പിൽ, നിങ്ങളുടെ ലിപ്സ്റ്റിക്കിൽ, നിങ്ങളുടെ ഹെയർ സ്റ്റൈലിലൊക്കെ. പക്ഷെ ഞാൻ ഒട്ടും തയ്യാറല്ലായിരുന്നു. സോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എനിക്ക് ഈ കളർ ലിപ്സ്റ്റിക്ക് വേണം, ഒരു മെറൂണി ഷെയ്ഡ്, കാരണം അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സ്യൂട്ട് ആവുന്നതെന്ന് എനിക്കറിയാം. ഹെയർ സ്റ്റൈലാണെങ്കിലും ബൺ ചെയ്യാം, തിരുപ്പനൊന്നും വേണ്ട എന്നൊക്കെ പുള്ളി പറഞ്ഞു. പക്ഷേ എനിക്ക് അതിനകത്ത് കോൺഫിഡൻസ് ഇല്ലായിരുന്നു. സോ എനിക്ക് സാധാ പോലത്തെ ഹെയർ സ്റ്റൈൽ മതിയായിരുന്നു. ഒരുപാട് മുലപ്പ് വെച്ച് ഫില്ല് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ചെറിയൊരു ഇതുപോലെ ഇവിടെ ഇങ്ങനെ വെച്ചാൽ മാത്രം മതിയെന്ന്. പിന്നെ എനിക്ക് റോസസ്, എൻ്റെ റെഡ് സാരിയും കൂടെ ആയതുകൊണ്ട് എനിക്ക് ഹെയറിൽ റോസസ് വേണം എന്നുണ്ടായിരുന്നു. പക്ഷെ അത് വെച്ച് ഫുൾ അങ്ങ് പൊതിഞ്ഞും പോകാൻ പാടില്ല. അതുകൊണ്ട് കുറച്ച് റോസസ് ഇങ്ങനെ പിൻ ചെയ്ത് പുള്ളി തന്നെ നല്ലോണം വെച്ച് തന്നു. അങ്ങനെ കുറച്ച്. പിന്നെ കണ്ണെഴുതുന്നത് നിങ്ങൾക്ക് എത്ര വാല് വേണം അതൊക്കെ നമ്മൾ പറയുക, നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ അതുപോലെ ചെയ്തു തരും. പിന്നെ തലേന്നത്തെ വെഡ്ഡിങ് മേക്കപ്പ് എല്ലാം ഞാൻ എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ഇട്ട പോലെ നമ്മൾ തന്നെയാണ് ചെയ്തത്. അതിൻ്റെ ഷോപ്പിംഗ് എല്ലാം ഞാൻ ചെയ്തത് അനീസ് അൻസാരിയുടെ സ്റ്റോറിയിൽ നിന്നാണ് മോസ്റ്റ്ലി എല്ലാ സാധനങ്ങളും ഞാൻ വാങ്ങിച്ചത്. മേക്കപ്പ് ട്രയൽ ചെയ്ത് തരാമോ എന്ന് നമ്മൾ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യുക, അതേത് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെങ്കിലും. കാരണം നമുക്കൊരു കോൺഫിഡൻസിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ണിക്ക് റിക്വസ്റ്റ് ചെയ്തിരുന്നു. സോ ഉണ്ണി സമ്മതിച്ചു. അങ്ങനെ എനിക്കൊരു ട്രയൽ സെഷൻ ഉണ്ടായിരുന്നു. സോ എപ്പോഴും നല്ലതാണ്, കാരണം നമുക്ക് കുറച്ച് ഹെയർ സ്റ്റൈൽസും ലിപ്സ്റ്റിക്കും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഡിസൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം, എനിക്ക് പുള്ളി ഒരു ഫ്രീലാൻസർ ആയതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ബ്രൈഡൽ സർവീസൊക്കെ ചെയ്യാൻ വേറെ സ്ഥലമൊന്നും ഇല്ലായിരുന്നു. സോ ഞാനത് ചെയ്തത് കൊല്ലത്ത് ലേബ്യൂട്ടിലാണ്. പിന്നെ നമുക്ക് വരുന്ന വേറൊരു കൺഫ്യൂഷനാണ് സ്റ്റിച്ചിങ് എവിടെ ചെയ്യാന്നുള്ളത്. അതിലേറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ മെയിൻ സാരിയുടെ ബ്ലൗസുകളെല്ലാം സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ്. സോ എൻ്റെ 3 സാരിയുടെ ബ്ലൗസ്, അതേപോലെ വെഡ്ഡിങ് ഈവൻ്റ് ഡ്രസ്സ്, റിസപ്ഷൻ്റെ ഡ്രസ്സ്, ഇതെല്ലാം സ്റ്റിച്ച് ചെയ്തത് അമോലിക എന്ന് പറഞ്ഞിട്ട് ഒരു ഡിസൈനർ ബുട്ടീക്ക് ഉണ്ട് ട്രിവാൻഡ്രത്ത്. അവിടെയാണ് ഞാൻ ചെയ്തത്. അവരുടെ വർക്കൊക്കെ എനിക്ക് നല്ലോണം ഇഷ്ടമായി. നമ്മൾ പറയുന്ന കൂട്ടൊക്കെ അവർ മാറ്റി മറിച്ചും ഒക്കെ ചെയ്തു തരും. അവർക്ക് അതിനുള്ള പേഷ്യൻസ് ഉണ്ട്. വെഡ്ഡിങ് ഈവൻ്റ് മെറ്റീരിയൽ ഞാൻ എടുത്തത് മിലനി എന്നാണ്. ആ ബ്ലൗസിൻ്റെയും സ്കേർട്ടിൻ്റെയും ഷോള് ഞാൻ ഡൈ ചെയ്യിപ്പിച്ചെടുത്തതാണ്. മെറ്റീരിയൽ എടുത്തിട്ട് ആ കളറിലേക്ക് ഡൈ ചെയ്യിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കൂടെ ഒരു കളറിൽ കിട്ടില്ല. എനിക്ക് സ്കേർട്ട് ഒരു കളർ, ഷോൾ ഒരു കളർ വേണ്ടായിരുന്നു, എല്ലാം ഒറ്റ കളർ. സോ ഇങ്ങനെ ഒരു ഡൈയിങ് പരിപാടി, അതായത് അവിടെ തന്നെ മെറ്റീരിയൽ എടുത്ത് ഡൈ ചെയ്യിപ്പിക്കാം എന്നത് എനിക്ക് അറിയത്തില്ലായിരുന്നു. സോ അർലിൻ പറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ പോകുന്നത്. അവിടെ കുറേ ഉണ്ട് കേട്ടോ. ആ ഷോപ്പിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഞാൻ അവളുടെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ അടിയിൽ കൊടുക്കുക അതിൻ്റെ പേര്. സോ നിങ്ങൾക്ക് അവിടെ പോയാൽ ശരിക്കും പറഞ്ഞാൽ മെറ്റീരിയലും അവിടെ ഒരുപാടുണ്ട്. അതിനകത്ത് നമ്മൾ തപ്പിയെടുത്താൽ നമുക്ക് ഈ നല്ല നല്ല കളേഴ്സ് ഉണ്ടല്ലോ, അത്ര റെയറായിട്ടുള്ള കളേഴ്സ്, പേസ്റ്റൽസ്, നമുക്ക് ഇഷ്ടമുള്ള ഏത് കളറിലോട്ടും വൈറ്റ് മെറ്റീരിയൽ നമുക്ക് മാറ്റാം.
അപ്പോൾ അവിടെ ഉണ്ട് ഒരുപാട് മെറ്റീരിയൽസ് വൈറ്റ് കളർ. അതെടുത്തിട്ട് ജസ്റ്റ് മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ പറഞ്ഞു കൊടുത്ത് അവർ ആ ഒരു കളറിലോട്ട് ആ മെറ്റീരിയൽ ഡൈ ചെയ്ത് തരും. പിന്നെ നമ്മളതെടുത്ത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചാൽ മതി. ഹൽദി എന്ന് പറയുമ്പോഴേ നമുക്ക് എല്ലാവർക്കും മനസ്സിലേക്ക് വരുന്ന ഒരു ബേസിക് കളർ ഉണ്ടല്ലോ, യെല്ലോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് വലിയ റിസ്ക് എടുക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ട് ഞാൻ യെല്ലോ തന്നെ ഇടാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എൻ്റെ മനസ്സിലുള്ള ഒരു യെല്ലോ എനിക്ക് ആ ഒരു മെറ്റീരിയൽ എനിക്ക് എങ്ങും കിട്ടുന്നില്ലായിരുന്നു. എല്ലായിടും ഒന്നെങ്കിൽ ഭയങ്കരമല്ല മറ്റേ അടിച്ച ഒരു യെല്ലോ, അല്ലെങ്കിൽ ഭയങ്കര ലൈറ്റായിട്ടുള്ള യെല്ലോ. അങ്ങനെ ഞാൻ തപ്പി നടക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ വെറുതെ എൻ്റെ വാർഡ്രോബ് നോക്കി പഴയ ഒരു സാരി കിട്ടി. അപ്പോൾ ഞാൻ പിന്നെ ആ സാരി എടുത്തു. അതിന് പറ്റിയൊരു യോക്ക്, ആ യോക്കിൻ്റെ മെറ്റീരിയൽ ഞാൻ തിരുവല്ല മഹാലക്ഷ്മിയിൽ നിന്ന് എടുത്തതാണ്. അതൊരു നെറ്റ് പോലത്തെ മെറ്റീരിയലാണ്, അതെടുത്തു. പിന്നെ ഇത് കുറച്ച് ഷിഫോൺ സാരി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടിയിൽ ക്യാൻ ഫിറ്റ് ചെയ്തു. പിന്നെ 2 ലെയർ ഓഫ് ലൈനിങ് ഇട്ടിട്ടുണ്ട്. ഇത്രയും അടിയിൽ ഇട്ടേക്കുന്നതുകൊണ്ടാണ് അതിങ്ങനെ കുറച്ചിങ്ങനെ പൊങ്ങി കുറച്ച് ഫ്ലഫി ആയിട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മുടെ ബോഡിയായിട്ട് ഒട്ടിക്കിടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഭംഗി കിട്ടില്ല ആ ഗൗണിന്. അപ്പോൾ ഇങ്ങനത്തെ ഷിഫോൺ മെറ്റീരിയൽ യൂസ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും അടിയിലൊരു ക്യാൻ ഫിറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ കല്യാണത്തിൻ്റെ തലേന്നത്തേക്ക് ബാക്കി ആക്സസറീസ്, കമ്മൽ, മാല പോലത്തെ എല്ലാ ആക്സസറീസും ഞാൻ എടുത്തത് കുഷൽസിൽ നിന്നാണ്. ഒന്ന് ലുലു മാളിനകത്തുള്ള കുഷൽസിൽ ഓൾമോസ്റ്റ് ആവശ്യത്തിന് നല്ല കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഗുഡ് ലുക്ക് ട്രിവാൻഡ്രം, ഗുഡ് ലുക്ക് എറണാകുളം, ഇവിടുന്ന് 2 ഇടത്തുനിന്ന് ഞാൻ കുറേ നമുക്ക് ഈ തലയിൽ വെക്കുന്ന സാധനങ്ങൾ ഇതൊക്കെ ഉണ്ടല്ലോ, ആക്സസറീസ് കുറേ വേണം. അതെല്ലാം ഞാൻ ഈ 2 ഷോപ്പിൽ നിന്നാണ് എടുത്തത്. പിന്നെ കല്യാണത്തിൻ്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര ഷോപ്പ് ചെയ്താലും നമുക്ക് തീരില്ല സംഭവങ്ങൾ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മിസ് ചെയ്യും. പിന്നെ ലാസ്റ്റ് മിനിറ്റ് നമ്മൾ ഓടേണ്ടി വരും പല കാര്യങ്ങൾക്കും. സോ എനിക്ക് ബഞ്ച് ഓഫ് ബ്രൈഡ്സ് മെയ്ഡ്സ് ഉണ്ടായിരുന്നു എല്ലാത്തിനും ഹെൽപ്പിന്. സോ ഞാൻ ആരോട് പറഞ്ഞാലും എനിക്ക് ലാസ്റ്റ് മിനിറ്റ് സാധനങ്ങളെല്ലാം കിട്ടി. നിങ്ങൾക്ക് കാണാം എൻ്റെ ഹൽദിയുടെ ഇതിനകത്ത് ഞാൻ ഒരു കലീര യൂസ് ചെയ്യുന്നുണ്ട്. അതെൻ്റെ ഫ്രണ്ട് എനിക്ക് മുംബൈയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഇതുപോലെ എറണാകുളം, ദുബായ്, മുംബൈയിലൊക്കെ ഉണ്ടായതുകൊണ്ട് എനിക്ക് അത്ര വലിയ പാടില്ലായിരുന്നു. ആരോട് പറഞ്ഞാലും ആ സമയത്ത് കല്യാണത്തിന് വന്നപ്പം എല്ലാവരും എനിക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നിരുന്നു. ഐ വാസ് സോ ലക്കി ടു ഹാവ് എ ലോട്ട് ഓഫ് പീപ്പിൾ. എൻ്റെ കസിൻസ് തന്നെ ഒരു ബഞ്ച് ഓഫ് ആളുകളുണ്ട്. സോ ഇവരെൻ്റെ കൂടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു. ഇവരെൻ്റെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് യുനോ ഐ വാസ് ഇമോഷണലി സ്റ്റേബിൾ ത്രൂ ഔട്ട്. തലേന്നാണെങ്കിലും കല്യാണത്തിനാണെങ്കിലും ടു ആൻ എക്സ്റ്റെൻറ്റ്, കല്യാണം വരെ സമയം വരെ അവരെൻ്റെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് ചെറിയ ചെറിയ കാര്യമാണെങ്കിലും പറയാൻ ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അത്രയൊക്കെയാണ് എൻ്റെ കല്യാണ വിശേഷങ്ങൾ. എനിക്ക് ഓർമ്മയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക, ഞാനത് ആൻസർ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ പറഞ്ഞതെല്ലാം ഞാൻ എൻ്റെ ഒരു ടേസ്റ്റിലാണ്, ഞാൻ ഒന്നും കൂടെ പറയാണ്. സോ എല്ലാവർക്കും ഓരോരോ ടേസ്റ്റ് ആണല്ലോ. ഇത് ഷെയർ ചെയ്യാൻ തന്നെ കാരണം ഇപ്പോൾ ഈ കൊറോണ സമയം ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇറങ്ങി നടന്ന് ഷോപ്പ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. സോ നമുക്ക് ബെസ്റ്റ് സ്ഥലങ്ങൾ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നേരെ അവിടോട്ടങ്ങ് പോകാമല്ലോ എന്ന ഒരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാനിത് ഷെയർ ചെയ്തത്. എല്ലാ ബ്രൈഡ്സിൻ്റെയും ആഗ്രഹമായിരിക്കും അവരുടെ ബെസ്റ്റ് ലുക്ക് അവരുടെ വെഡ്ഡിങ് ഡേയിൽ കൊണ്ടുവരണം എന്നുള്ളത്. സോ അതിന് വേണ്ടിയിട്ട് മേ ബി ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ഈ വർഷം കല്യാണം കഴിക്കാൻ പോകുന്നവർക്കും അടുത്ത വർഷം കല്യാണം കഴിക്കാൻ പോകുന്നവർക്കും ഇനി കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും കല്യാണത്തിനായി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമ്മളുടെ അടുത്ത് നമുക്ക് ക്ലോസ് എന്ന് തോന്നുന്ന ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അതിപ്പം ഏത് സമയമാണെങ്കിലും നമുക്ക് ആ ചടങ്ങ് നടത്താവുന്നതേ ഉള്ളൂ. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതിന് വരേക്കും ദിസ് ഇസ് കാവേരി മധു സൈനിങ് ഓഫ്. Bye-bye.